ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേതെന്ന് വെച്ചാൽ നോമ്പിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ. നോമ്പിൻ്റെ ഒരു ഡീപ്പ് ക്ലീൻ ആണ് കേട്ടോ. അപ്പം ഈ റൂം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം നമുക്കത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാം. അതുമാത്രമല്ല, ക്ലീനിങ് നമ്മളിപ്പോൾ എവിടെയായാലും ക്ലീനിങ് എങ്ങനെ തുടങ്ങണം, എങ്ങനെ തുടങ്ങിയാൽ പെട്ടെന്ന് നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാം. അപ്പം നമുക്കിപ്പം ഏത് റൂമായിക്കോട്ടെ, ഏത് സ്ഥലമായിക്കോട്ടെ, ഏടുന്ന് തുടങ്ങണം, ഏടുന്ന് അവസാനിക്കണം ഒന്നും നമുക്ക് കിട്ടാറില്ലല്ലോ. അപ്പോൾ എങ്ങനെ ഇത് മുഴുവനായിട്ടും നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാം ഏടുന്ന് നമുക്കൊരു ക്ലീൻ ചെയ്യുമ്പം ഏടുന്ന് തുടങ്ങല് അങ്ങനത്തെ എല്ലാം നമുക്കൊരു ചിന്ത ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താക്കണം എന്ന് വെച്ചാൽ ആദ്യം റൂമിലത്തെ എല്ലാ സാധനവും മാറ്റണം. കാരണം ഇതേപോലെ മാറ്റിയിട്ടാകുമ്പോൾ ഇല്ലേ നമ്മൾ ഏടെല്ലാം പൊടിയുണ്ട്, അഴുക്കുണ്ട്, വണ്ണാമ്പലുണ്ട് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളെ കഴിയുമെങ്കിൽ നമ്മളെ പറ്റുന്ന പോലെ നമ്മളെ സാധനമെല്ലാം ഉണ്ടാവില്ല റൂമിലത്തെ എല്ലാം മാറ്റണം പുറത്തേക്ക്. അപ്പം എന്നെപ്പോലെ എല്ലാവരും പിന്നെ നോമ്പിൻ്റെ പണിയെല്ലാം തുടങ്ങിയ പിന്നെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഇല്ലൂ ഈ നോമ്പിൻ്റെ പണി എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാം മെല്ലെ മെല്ലെ തുടങ്ങിയത്. കാരണം മക്കളെല്ലാം ഉണ്ട്. അപ്പം നമുക്കത് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടായില്ല. പെട്ടെന്ന് നമുക്കിപ്പം നോമ്പിൻ്റെ ആ ഒരു സമയത്താനാകുമ്പം 1-2 ദിവസം കൊണ്ടില്ലേ നമ്മൾ ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാം. ഒരു വീട് മൊത്തം വൃത്തിയാക്കാന്ന് വെച്ചാലില്ലേ നമ്മൾ നടു പൊളിയൂട്ടാ. അപ്പം അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ മടിച്ചിട്ട് ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഇപ്പോഴേ തുടങ്ങിക്കോ. കാരണം ഇപ്പോൾ നമ്മൾ സാവധാനം എടുത്തെങ്കിലില്ലേ നമുക്ക് ഒരു റെസ്റ്റുമായി. പിന്നെ മെല്ലെ മെല്ലെ എടുത്താൽ പിന്നെ പെട്ടെന്ന് ചടപടെ എടുത്തെങ്കിലില്ലേ നമുക്ക് തന്നെ ഭ്രാന്താവും. അപ്പം ഞാൻ റൂമിലത്തെ എല്ലാ സാധനം മാറ്റിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാലില്ലേ ഇപ്പം എന്നെപ്പോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞെന്ന പോലെ തന്നെ ഇല്ല, നിങ്ങൾ റൂമിൽ ക്ലീൻ ആക്കി നോക്ക്. റൂം മാത്രമല്ല എല്ലായിടത്തും ക്ലീൻ ആക്കി നോക്കുക. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പണിയും കൂടി ചെയ്യും, ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും. ഇനി റൂമിലത്തെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്ന് വെച്ചാൽ വലിയ വലിയ സാധനമെല്ലാം ഉണ്ടാവുക, ഒന്ന് വിളിച്ചാൽ നിൽക്കണ്ട. എന്നിട്ട് നമ്മൾ പറ്റുന്ന പോലെ ഇല്ല എല്ലാ സാധനങ്ങളൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് വണ്ണാമ്പലം ഉണ്ടാവുമല്ലേ ഇങ്ങനത്തെ ഒരു ബ്രഷായിട്ട് നല്ലത് ആ ഉണ്ട പോലത്തെ ഒരു ഇതുണ്ടാവില്ല വണ്ണാമ്പലം എടുക്കുന്ന പ്രാന്ത വാങ്ങണ്ട കേട്ടോ. അത് എന്താണെന്ന് വെച്ചാലില്ലേ അത് ആക്കുമ്പോൾ ആടെ തന്നെ വണ്ണാമ്പലം പറ്റി പിടിക്കുന്ന പോലെ എനിക്ക് തോന്നലുണ്ട്. അപ്പം ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഹൈറ്റ് ഇല്ല, അപ്പം എനിക്ക് ഇത് നല്ല യൂസ്ഫുൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ ഇല്ലേ വണ്ണാമ്പലെല്ലാം വരുന്നത്. അപ്പം നമ്മൾ എല്ലാ സാധനം മാറ്റിയ ശേഷം പിന്നെ വണ്ണാമ്പലം മൊത്തം ഏടെല്ലാം ഉണ്ട് ആ വണ്ണാമ്പലെല്ലാം നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു ബ്രഷ് കൊണ്ട് നമ്മൾ എടുത്ത് ഇനിയില്ലതില്ല ചെറിയൊരു ബ്രഷ് കിട്ടൂലേ, ചെറിയ ബ്രഷ് കൊണ്ടും ഇല്ല നമ്മൾ ജനൽ ഫസ്റ്റ് തന്നെ തുണി വെച്ചിട്ടില്ലേ ആക്കണ്ട, തുണി വെച്ചിട്ട് എന്താ പൊടിയൊന്നും എടുക്കണ്ട. അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനത്തെ ചെറിയൊരു ബ്രഷ് ഉണ്ടെങ്കിലില്ലേ ഫുള്ള് പൊടി തട്ടിയ ശേഷം ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പം ഫുള്ളായിട്ട് ഇങ്ങനെ പൊടി തട്ടിയിട്ട് പിന്നെ നമ്മൾ തുണി വെച്ചിട്ട് എല്ലായിടത്തും തുടക്കണം. അപ്പോൾ ഇടയിൽ പൊടി ഉണ്ടാവുമല്ലോ, നമ്മളെന്തായാലും ജനലിൻ്റെ ഇടയിൽ പൊടി ഉണ്ടാവും. കാരണം നമ്മൾ ഇപ്പോൾ ജനലിപ്പോൾ തുറന്നിടണമെന്നില്ല, ഏതെങ്കിലും ജനൽ തുറന്ന് ഇടും അല്ലെങ്കിൽ ഇടായില്ല. ഞാൻ ഇടയ്ക്ക് എന്താ വെച്ചാൽ ഫുള്ളായിട്ട് തുറന്നിടൂല, മേലെ ഉണ്ടാവില്ല ചെറിയ ജനൽ അതേ തുറന്നിടും. കാരണം വീടല്ലേ പോയിൻ്റെ സൈഡല്ലോ, അപ്പോൾ പാമ്പെല്ലാം ഉണ്ടാവുന്നിട്ട് പേടിച്ചിട്ട് പിന്നെ പുള്ളോലും ഉണ്ടല്ലോ, പിന്നെ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ജനൽ തുറന്നിടൂല. അപ്പം ഞാനിങ്ങനെ ബ്രഷ് കൊണ്ട് ഫസ്റ്റ് തട്ടും. ആ തട്ടുമ്പോനില്ല നല്ലോണം പൊടി വരും. പൊടി വന്നിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ പൊടിയെല്ലാം പോയില്ല. പിന്നെ നമ്മൾ നല്ലോണം വെള്ളത്തിൽ ഇങ്ങനെ തുണി പിഴിഞ്ഞിട്ടില്ലേ തുടച്ചെങ്കിലില്ലേ നല്ല രീതിക്ക് ജനൽ വൃത്തിയാവും. അപ്പം നമ്മൾ ആദ്യം എന്താക്കേണ്ടത് എല്ലാ സാധനം എല്ലാം മാറ്റുക, പിന്നെ വണ്ണാമ്പലെടുക്കുക, പിന്നെ ഇതേപോലെ തന്നെ ജനലെല്ലാം പൊടി തട്ടിയിട്ട് തുണി വെച്ചിട്ട് തോർത്താം. അങ്ങനെ ജനലും കൂടി തോർത്തിയാൽ നമ്മളെ ചുമരുമായി ഇപ്പം അതുപോലെ തന്നെ ജനലും ആയല്ലേ. ഇനി എന്താക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഇനിയുള്ളത് കട്ടിലിൻ്റെ സൈഡിലെല്ലാം ഉണ്ടാവും വണ്ണാമ്പലെല്ലാം പിടിച്ചിട്ട് അതെല്ലാം ഈ ഒരു ബ്രഷ് കൊണ്ട് തന്നെ തട്ടുക. എന്നിട്ട് അതേപോലെ തുണി കൊണ്ട് ഇടെല്ലാം നമ്മൾ ബ്രഷിനോട് തുടച്ചിന് ആ ഒരു സൈഡ് കട്ടിലിൻ്റെ സൈഡ് ഭാഗമെല്ലാം തുണി കൊണ്ട് തുടച്ച ശേഷം പിന്നെ ഈ കപ്പാട്ടില്ലേ അലമാരൻ്റെ സൈഡിലെല്ലാം ഉണ്ടാവും പൊടി, അതെല്ലാം തട്ടിയ ശേഷം അലമാര ഇതേപോലെ തുണി കൊണ്ട് വെള്ളം പിഴിഞ്ഞിട്ട് എന്താക്കുക തുടച്ച ശേഷം അപ്പോൾ എന്താ ഫുള്ള് എന്താ പറയുക നമ്മളെ ഫർണിച്ചറിൻ്റെയും അതുപോലെ ചുമരത്തെല്ലാം ഇനി വണ്ണാമ്പലി പൊടിയെല്ലാം പോയി. ഇനിയുള്ളത് നിലമല്ലേ എന്ന് വെച്ചാൽ നമ്മൾ നിലത്തേനി ഇപ്പം ഇവിടെ കട്ടിൽ വെച്ച സൈഡിലെല്ലാം പൊടി ഉണ്ടാവും. ഇനി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നമ്മൾ എന്താക്കുക ബെഡ്ഷീറ്റില്ല പിരിച്ച ബെഡ്ഷീറ്റ് മാറ്റണ്ട. കാരണം നമ്മൾ ഫാനിന്ന് ചുമരിനെല്ലാം ആക്കുമ്പോൾ ഇല്ലേ പിന്നെ ഈ വണ്ണാമ്പലെല്ലാം പോവും. അപ്പോൾ ഈ ബെഡ്ഷീറ്റിന് പ്രശ്നമില്ല. ബെഡിനായെങ്കിൽ അത് എത്ര മാറ്റിയാലും എന്തോ മാതിരി ഒരു സ്മെല്ല് മാതിരി ഉണ്ടാവും. അപ്പോൾ ബെഡ്ഷീറ്റ് നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഒന്ന് പിന്നെ പൊടിയെല്ലാം തട്ടിയ ശേഷമില്ല നിലെല്ലാം ആക്കുന്നതിന് മുമ്പ് ഇതെന്താക്കാം ഇത് മാറ്റിയാൽ മതി, ബെഡ്ഷീറ്റ് മാറ്റിയാൽ മതി. എന്നിട്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ.
പിന്നെ നമ്മൾ പണിയെടുക്കുമ്പോൾ ഇല്ലേ ഫോൺ എടുക്കണ്ടേ വേണ്ടാട്ടാ. ഫോൺ എടുത്ത് കഴിഞ്ഞാലില്ലേ പിന്നെ നമുക്കില്ലേ ഒന്നിനും കട്ടുമെന്ന് എണീക്കാനും തോന്നൂല. പിന്നെ എന്താ പറയല്, ഫോണ് താഴെ വെക്കാനും തോന്നൂല. അപ്പം ഫോണ് നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോൾ ഇല്ലേ ഫോൺ എടുക്കണ്ടാട്ടാ. ഫോൺ എടുത്താൽ പിന്നെ പണിയൊന്നും നടക്കൂല. പിന്നെ ചിലർ ഉണ്ട് കേട്ടാ, നോമ്പ് ഇങ്ങനെ കുറേ ഇല്ലപ്പാ ഇപ്പോഴേ ക്ലീൻ ആക്കണ്ടെന്ന് എനിറ്റിട്ടില്ലേ മടിച്ചിട്ട് നിന്നെങ്കിലില്ലേ പിന്നെ നോമ്പിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പെര വൃത്തിയാക്കാനായിട്ട് തുടങ്ങും. അതെന്ന് വെച്ചാൽ അത് ഭയങ്കര റിസ്ക് കിട്ടുക. കാരണം നമ്മളത് നടുവൊന്നും പിന്നെ പൊന്തൂല. അതുകൊണ്ടില്ലേ നമുക്ക് കിട്ടുന്ന സമയമില്ലേ മെല്ലെ മെല്ലെ തുടങ്ങിയാൽ മതി. നമ്മൾ ഇങ്ങനെ മെല്ലെ മെല്ലെ തുടങ്ങിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ പണിയെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടില്ലേ നമുക്ക് ഇതെല്ലാം ക്ഷീണം ഉണ്ടാവും പണിയെടുക്കുമ്പോൾ, ഭയങ്കര ടയർഡെല്ലാം തോന്നും. പക്ഷെ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പം എനക്കങ്ങനെ എനിക്ക് ക്ലീൻ ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം പിന്നെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് വെള്ളമെല്ലാം നല്ലോണം കുടിക്കൂ, എന്നിട്ട് തുടങ്ങല്ലോ കേട്ടോ. ഇടയ്ക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് വെള്ളമെല്ലാം കുടിക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്താത്തത്, എന്നാലും ഇതെല്ലാം കഴിഞ്ഞിട്ടില്ലേ ലാസ്റ്റ് കാണുമ്പോൾ ഇല്ലേ ഭയങ്കര സന്തോഷം. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജനൽ തുടച്ചിട്ടാകുമ്പോൾ ജനലിങ്ങനെ തിളങ്ങുന്നു കണ്ട. ഇപ്പോൾ ഒരു പുതിയതൊന്നും അല്ല കേട്ടോ, ഒരു 8-9-10 വർഷത്തെ പഴക്കമുണ്ട്. എന്നാലും നോക്കറോ നല്ല നീറ്റില്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വീട് വൃത്തിയാക്കുന്ന പോലെ ഇരിക്കൂട്ടെ. നമ്മളെ ചില വീടില്ലേ നല്ല പഴക്കമുണ്ടാവും പക്ഷെ കാണുമ്പോൾ നല്ല വൃത്തി, ചിലപ്പോൾ കാവിലുള്ളിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ടാവില്ലേ. ചില വീട്ടിൽ പണ്ടത്തെ വീട്ടിലൊന്നും ചിലപ്പോൾ ടൈൽസും കാര്യങ്ങളൊന്നുമില്ല, നല്ല കാവിലൊട്ടിച്ച് കാണുമ്പോൾ നല്ലൊരു വൃത്തി ഒന്നുമില്ല. അതാ ആ പെരക്കിലത്തെ അവരെ സമ്മതിക്കണോട്ടോ, അവർ വൃത്തിയിൽ നോക്കുന്നോണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോട്, ഞാൻ ആദ്യം തുടങ്ങിയത് അടുക്കളയിൽ. കാരണം നമ്മളെ കിച്ചണിലായിരിക്കും ഏറ്റവും നല്ലോണം പണിയില്ല, ബാക്കിയുള്ള പണീനെക്കാട്ടി ഏറ്റവും കൂടുതലില്ല കിച്ചണിലായിരിക്കും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതലില്ലേ പണിയില്ലേ ഏറ്റവും എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ മറ്റേ കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ പണി ഉണ്ടാക്കുക. അപ്പോൾ അതായിരിക്കും ഫസ്റ്റ് തുടങ്ങും. നമ്മൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ നമുക്ക് പണിയായിട്ട് തോന്നുന്നു ആടെയാണ് നിൽക്കട്ടോ ഫസ്റ്റ് തുടങ്ങേണ്ടത്. അത് കഴിഞ്ഞാൽ തന്നെ ഇല്ലേ ബാക്കിയെല്ലാം മെല്ലെ മെല്ലെ ആക്കിയാൽ സമാധാനമാവും. അപ്പം അത് തുടങ്ങുന്നുണ്ടെങ്കിലില്ല നമ്മൾ ഫസ്റ്റില്ല നമ്മൾ ഇത് കൂടുതലിവിടെ പണിയില്ല ആടെയാണ് തുടങ്ങണം കേട്ടോ. അങ്ങനെ തുടങ്ങി നോക്കി നോക്കും കേട്ടോ. തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇനി മടിച്ച് നിന്നിട്ട് കാര്യമില്ല കേട്ടോ, വേണിച്ചിട്ട് ഇപ്പോൾ തന്നെ ചെയ്തിട്ടാ. ഇല്ലെങ്കിൽ നോമ്പ് ആനാകുമ്പോൾ ഇല്ലേ ഫുള്ള് നടു പൊളിഞ്ഞ് പിന്നെ സൈഡാവും. പിന്നെ നോമ്പെല്ലാം നോക്കണ്ടല്ലോ, കുറച്ച് ഉഷാറെല്ലാം വേണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളെല്ലാം അതും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ കടക്കയെല്ലാം ഒന്ന് മാറ്റിയിട്ടാ. കടക്കയെല്ലാം മാറ്റിയ ശേഷം പിന്നെ അതിൻ്റെ അടിയെല്ലാം പൊടി തട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ചിലപ്പോൾ ചില സമയത്ത് ഇങ്ങനെ പുക പോകുന്നല്ലോ തോന്നാം, ഫുള്ള് പൊടിയിട്ടാ പൊടിയാണിട്ട് ഇങ്ങനെ പാറുന്നത്. അപ്പോൾ ഞാൻ മൂക്കെല്ലാം കവർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ പൊടിയെല്ലാം തട്ടിയിട്ട് പിന്നെ ഞാൻ തുണി കൊണ്ട് കട്ടിലെ സൈഡെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടാ. ഇനിയിപ്പം എല്ലാ സൈഡും പൊടിയെല്ലാം തട്ടി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം നിലയിലും ഒന്ന് അടിച്ച് വാരണം. അപ്പോൾ ഈ സൈഡിലെല്ലാം പൊടിയുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൊണ്ട് ഞാൻ ബ്രഷ് കൊണ്ട് പിന്നെ ഒന്ന് പൊടിയെല്ലാം തട്ടിയിട്ടാ. ഇനിയിപ്പോൾ ഫുള്ളായിട്ട് അടിച്ചു വരണം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ട് അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പം ഫുള്ള് ഫസ്റ്റ് ആദ്യം കാട്ടം കിട്ടിയിട്ട് പിന്നെ ഞാൻ രണ്ടാമത് ജസ്റ്റ് ഒന്ന് അടിച്ചു വരുന്നുണ്ട്. പിന്നെ കട്ടിലെല്ലാം വെച്ച സൈഡിൽ നല്ലോണം കച്ചറുണ്ട്, അതുകൊണ്ട് 2-3 പ്രാവശ്യം തുടക്കുന്നുണ്ട് കേട്ടോ. കട്ടിലെല്ലാം വെച്ച സൈഡിൽ ഭയങ്കര കച്ചറ, അതുകൊണ്ട് ഞാൻ 2-3 പ്രാവശ്യം തുടക്കുന്നും ചെയ്യുന്നത്. അത് മാത്രമല്ല ഈ നമ്മളെ ടൈൽസെല്ലാം നല്ല പളപളാ മിനുങ്ങാൻ വേണ്ടിയിട്ടില്ല എന്താക്കണമെന്ന് അറിയോ, ചൂട് വെള്ളത്തിലില്ലേ കുറച്ച് പിന്നെ സോഡാപ്പൊടിയും വിനാഗിരി ഇട്ടിട്ടില്ലേ തുടച്ച് നോക്കിയാൽ നമ്മളെ ടൈൽസെല്ലാം ഇല്ലേ പള മിനുങ്ങും. പിന്നെ എന്തെങ്കിലും അഴുക്ക് മറ്റേ ബാക്ടീരിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ എല്ലാം പോയിക്കൂട്ടും ചെയ്യും. അപ്പം ആർക്കെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിലേ ഒന്ന് ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ സ്മെല്ല് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ റൂമെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്ത റൂം കേട്ടോ, ആരെങ്കിലും വന്നാൽ മാത്രം കിടക്കുന്ന റൂമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മക്കളെ ഡ്രസ്സ് അതുപോലെ തന്നെ ബുക്ക് പിന്നെ നമുക്ക് അധികം വരുന്ന റൂമിലിരുന്ന് വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഉണ്ടാവില്ല, അതെല്ലാം വീടാട്ടോ കൊണ്ടുവയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞാൻ കുറേ സാധനം വേണ്ടാത്തല്ലോ ഒഴിവാക്കിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ എത്ര വേണ്ടാത്തത് ഒഴിവാക്കിയാലും അടുത്ത ക്ലീനിങ്ങില്ല പിന്നെയും വേണ്ടാത്തത് കിട്ടും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ എന്താ അറിയാം വേണ്ടാത്ത സാധനങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. എന്നാൽ തന്നെ റൂമില്ല പകുതി വൃത്തിയായി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നില്ല ഈ പുക മാതിരി അത് പൊടിയാണ് കേട്ടോ. അത്രക്കും ഇവിടെ പൊടിയുണ്ട്, ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണേ.
ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പം നിങ്ങളെ കമൻറ്റായിട്ടും അറിയിക്കണേ. അപ്പം ഇതാണ് കേട്ടോ ഈ റൂമിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ കർട്ടനൊന്നും ഞാൻ ഇട്ടിട്ടാട്ടോ, അതെല്ലാം നനക്കാനിട്ടിട്ട് ഇട്ടിട്ടില്ല. അപ്പം നനച്ചിട്ട് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.